യെസ്, പാലക്കാട് കൊല്ലങ്കോട് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി കീറിയ നിലയിൽ നെന്മാറ മണ്ഡലം UDF സ്ഥാനാർത്ഥി എ തങ്കപ്പന്റെ പ്രചാരണ ബോർഡുകളും പോസ്റ്ററുകളുമാണ് നശിപ്പിച്ചത്. പരാജയ ഭീതി മൂലം CPM പ്രവർത്തകരാണ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാവിലെ നമ്മുടെ പ്രവർത്തകർ വിളിച്ച് പറഞ്ഞു UDFന്റെ ഫ്ലക്സുകളൊക്കെ കാറ്റത്ത് അഴിഞ്ഞു പോയതാണ്. നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അഴിഞ്ഞു പോയതല്ല, ആ പറമ്പിൽ കിടക്കുന്നുണ്ട്. വലിച്ചറ്റിച്ച് പൊട്ടിച്ചതൊന്നും വലിച്ച്. അപ്പോൾ പ്രചരണത്തിൻ്റെ ഫ്ലക്സുകൾ നോക്കൂ, ആ പട്ടികയൊക്കെ പൊട്ടിച്ച് വലിച്ചെറിയിരിക്കുന്നത്. ഇതിപ്പോൾ മറ്റ് അനുവാദം ഇല്ലാതെ ചെയ്തതല്ല. ഇത് കോൺഗ്രസ് നേതാവിൻ്റെ അവരുടെ പ്രോപ്പർട്ടിയാണ്. അവരുടെ അനുവാദത്തോടുകൂടി ചെയ്തതാണ്. ഈ ജാതി ബോർഡുകളും പ്രചരണത്തിൽ എന്താ വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ഒന്നും പറയാനില്ല ഇത് ചെയ്തവർക്ക്. കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് CPMന്റെ നേതൃത്വത്തിലുള്ള MLA ആണ് ഇവിടെ. പക്ഷെ അവർക്ക് ജനങ്ങളോടൊന്നും വികസന കാര്യങ്ങൾ പറയാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അക്രമങ്ങളും ഇതുപോലുള്ള ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐശ്വത്തിൽ ഷംന വിവരങ്ങളുമായി ചേർന്നു. CPM പ്രവർത്തകരാണ് ഫ്ലക്സ് കീറിയതെന്നുള്ളൊരു ആരോപണം ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ അത് പ്രതിരോധിക്കുകയാണോ? മറുവശത്ത് ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു? അപർണ, വിജയകുമാർ, നെന്മാറയെ സംബന്ധിച്ച് UDFന് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് ഇത്തവണ നെന്മാറ. കാരണം ഇത്തവണ വലിയ ചില വിഷയങ്ങൾ കൂടി മണ്ഡലത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കർഷക വിഷയങ്ങൾ തന്നെയാണ്. കർഷകരുടെ ഈ നെല്ല് സംഭരണം വൈകിയതടക്കം വലിയ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മറ്റൊന്ന്, ഈ CPIMനകത്ത് തന്നെ ചില അതൃപ്തികൾ ഉയർന്നിരുന്നു. നിലവിലുള്ള MLA ബാബുവിനെ മാറ്റി പകരം പ്രേംകുമാറിനെ K പ്രേമിനെ രംഗത്തിറക്കിയത് പാർട്ടിക്കുള്ളിൽ തന്നെ ചില അതൃപ്തികൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ UDFന് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷയുണ്ട്. നെന്മാറയെ സംബന്ധിച്ച് മലയോര കർഷകരുണ്ട്, കുടിയേറ്റ കർഷകരുണ്ട്, ഒപ്പം തന്നെ സാമുദായിക വോട്ടുകളുണ്ട്. ഇതൊക്കെ തങ്ങൾക്ക് ഇത്തവണ DCC പ്രസിഡന്റിനെ തന്നെ കളത്തിലിറക്കുന്നതോടുകൂടി നേടാൻ കഴിയുമെന്ന് UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ്. ഇവിടെയാണ് UDFന്റെ സ്ഥാനാർത്ഥിയെ തങ്കപ്പന്റെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ട നിലയിൽ, കീറിയ നിലയിൽ കണ്ടെത്തിയത്. ഇതോടുകൂടിയാണ് UDF പ്രവർത്തകർ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളൊക്കെ CPM അകത്ത് തന്നെ ഉയർന്ന അതൃപ്തികൾ, അതുപോലെ കാർഷിക പ്രശ്നങ്ങൾ, ഇതൊക്കെ വലിയ ചർച്ചയാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി മൂലം UDF തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവുള്ള കാഴ്ചകൾ തന്നെയാണ്.